ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി നന്നായിട്ട് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതേപോലെ കനം കുറച്ച് ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനൊരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. ഒരുപാട് പുളിയൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിനുശേഷം ഞാൻ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതിന് മുമ്പ് ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇനി ഇത് ഒന്ന് തിളച്ച് ഈ പുളിയുടെ പച്ചമണമെല്ലാം നന്നായിട്ട് മാറി വരണം. അപ്പോൾ ചെറുതായിട്ടൊക്കെ തിള വന്നിട്ടുണ്ട്. ഇതിവിടെ തിളച്ച് സെറ്റാവുന്ന സമയം കൊണ്ട് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് ഇതിലെ പച്ചമണം എല്ലാം നല്ലതുപോലെ മാറണം പുളിയുടെ. അപ്പോൾ ഇഞ്ചി വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി കഷ്ണങ്ങൾ അരിഞ്ഞതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച പുളിവെള്ളത്തിലേക്ക് നമ്മളിനി ശർക്കര ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ്. പുളിയും മധുരവും ഒരേപോലെ ബാലൻസ് ആവുന്ന ഒരു കറിയാണ്. അപ്പം നിങ്ങളുടെ മധുരം എങ്ങനെയാണ് അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. അപ്പം ഞാൻ 3 സ്പൂണ് ആദ്യം ഇട്ട് കൊടുത്തു. അന്നേരം കുറച്ചുകൂടി മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4 സ്പൂണ് ശർക്കര പൊടിച്ചതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. ഈ സമയം കൊണ്ട് ഇഞ്ചി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഇഞ്ചി കുറച്ചൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം നേരം കൂടി കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇഞ്ചി കരിഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ കോരിയെടുക്കാനായിട്ട്. അപ്പോൾ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. വറുത്ത് കഴിയുമ്പോഴത്തേക്കിന് കുറച്ച് കുറഞ്ഞതുപോലെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ച് വറ്റി കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത ഇഞ്ചി ഒന്ന് ജാറിലിട്ട് പൊടിച്ച് ഈ ഒരു തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ചട്ടി വെച്ച് അതിലേക്ക് ഇഞ്ചി വറുത്ത ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കറിവേപ്പില ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇത്രയധികം ചെറിയുള്ളി ചേർക്കുന്നത് തേങ്ങയൊന്നും അരയ്ക്കാത്തൊരു ഇഞ്ചിക്കറി ആയതുകൊണ്ടാണ്. അപ്പം ഇഞ്ചിപ്പുളിക്ക് ഈ ഒരു ചെറിയുള്ളി തോനെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ച് ടേസ്റ്റും ആ ഇഞ്ചിയുടെ ആ ഒരു ക്രാണം കുറയ്ക്കാനും നല്ലതാണ്. നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം ചെറിയുള്ളി വറുത്തിടുന്നത്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം ഉലുവാപ്പൊടിയും ഒരല്പം കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം നേരെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു രീതിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പുതുതായിട്ട് ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും എൻ്റെ നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.